നിരഞ്ജൻ സാറിന്റെ നിരപരാധിത്വം തെളിയിച്ചതും സിദ്ധുവാ. ദേവിക ഇവിടെ നിന്ന് ആരുടെയും മാഹാത്മ്യം വിളമ്പണ്ട. മാഹാത്മ്യം വിളമ്പിയതല്ല അമ്മേ. മനുഷ്യനിവിടെ നീറിപ്പുകഞ്ഞു നിൽക്കുമ്പോഴും ശരത്തിന്റെ ഓരോ വർത്തമാനം. ദേവിക എന്തിനു നീറി പുകയണം? ജയിലിൽ കിടക്കുന്നതേ എന്റെ ഭർത്താവാ. എന്റെ അച്ഛനാ. ശരത്ത്, നല്ലൊരു വക്കീലിനെ തിരക്ക്. വക്കീലിനെ തിരക്കിയിട്ട് കാര്യമില്ല അമ്മേ. അച്ഛൻ വക്കാലത്ത് ഒപ്പിട്ട് തരണ്ടേ? തന്നില്ലെങ്കിൽ ജയിലിന് മുമ്പില് ഞാൻ തല തല്ലി ചാവും. ആരെങ്കിലും ഒന്ന് ജയിക്കട്ടെ. പാവം മനോഹരനെ റിമാൻഡ് ചെയ്തു അല്ലേ? പാവം പുല്ലുപോലെ ജാമ്യം കിട്ടുമെന്നാ ഞാൻ കരുതിയത്. ഞാൻ രാവിലെ തന്നെ പറഞ്ഞില്ലേ കിട്ടാൻ സാധ്യതയില്ലെന്ന്. ചന്ദ്രമോളൊരു നിയമജ്ഞ, ഞാനൊരു പാവം നിയമ അജ്ഞൻ. മനോഹരന്റെ അയൽക്കാരിൽ നിന്ന് പോലും ആ വീടിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. എന്നിട്ട് വിശദമായ റിപ്പോർട്ട് പോലീസ് കോടതിയിൽ സമർപ്പിച്ചത്. ആ വീട്ടിൽ നടന്ന എല്ലാ സംഭവങ്ങളും അക്കമിട്ട് റിപ്പോർട്ടിലുണ്ട്. മനോഹരന്റെ കള്ളനോട്ട് കേസ്, മുക്കുപണ്ടം പണയം വെച്ച് കാശ് തട്ടാൻ നോക്കിയ കേസ്, ശരത്തിനെ ദേവിക വെട്ടിയത് എന്തിന്? കഴിഞ്ഞ ദിവസം ശരത്തിന്റെ ബൈക്ക് കത്തിച്ചത് വരെ. ആ വീട്ടിലൊരു ഇരുട്ടിന്റെ ആത്മാവുണ്ടല്ലോ, നരകസന്തതി ശരത്ത്. അവനാ ഇതിന്റെയൊക്കെ പിന്നിൽ. എന്ന് നിങ്ങളോട് ശരത്ത് വന്ന് പറഞ്ഞായിരുന്നോ? വെറുതെ ഇല്ലാ കഥകൾ പറയുന്നത് എന്തിനാ? മോളെ, അപ്പൊ മനോഹരൻ ഇനി 14 ദിവസം ജയിലിൽ തന്നെയല്ലേ? അങ്ങനെ 14 ദിവസമൊന്നും കിടക്കേണ്ടി വരത്തില്ല.